Okay. Okay, in our last class, we are discussing about what's in a name, different names, different place different names. Nicknames, about nicknames. Many places have nicknames. Write the actual names against the nicknames of these places. Choose from the box. അത് നമ്മൾ എന്താണ് ചെയ്തിട്ടുണ്ടല്ലേ? അത് നമ്മൾ ചെയ്തു. അതിൽ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അത് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? Okay, ഒന്നുകൂടെ പറയാം. First one, land of the morning calm. Land of the morning calm, കൊറിയ. കൊറിയ ആണ് അതിന്റെ കൊറിയ എന്ന് പറയുന്ന എന്താണ് place ആണ് land of the morning calm എന്ന് പേരിൽ അറിയപ്പെടുന്നത്. Next one, നോക്ക് ഒന്ന് ചെക്ക് ചെയ്താൽ മതി എഴുതിയത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. Venice of the North is Stockholm and city of the skyscrapers is New York and land of the midnight sun, Norway. Forbidden city is Lhasa and land of 10,000 lakes is Finland. Land of the rising sun is Japan and eternal city is Rome. Playground of Europe is Switzerland and land of cakes is Scotland and land of the kangaroo is Australia. Land of the white elephant is Thailand and Emerald Island is Ireland and land of the thunderbirds Bhutan and land of the maple leaf is Canada. Land of the maple leaf. Okay, maple leaf എന്ന് വെച്ചാൽ എന്താണ്? Maple tree ആണ് അതൊരു tree ആണ് maple. Maple എന്ന് പറഞ്ഞ ഒരു tree ആണ് maple leaf. എന്താണ് മോളെ അൽന? മിസ് അത് ഒന്നും കൂടെ പറയുമോ? ഞാൻ എഴുതില്ലായിരുന്നു. ഓക്കെ, ലിസൺ. ഇപ്പോ എന്താണ് എഴുതുമ്പോ പെട്ടെന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക മോളെ. പിന്നെ ഇതിലേക്ക് എഴുതിയാൽ മതി. മോൾ ഓരോന്ന് എഴുതി പോകുമ്പോ എന്ത് പറ്റും, നമ്മുടെ ടൈം ഒരുപാട് വേസ്റ്റ് ആവും. ഓക്കെ, ലിസൺ. ഫസ്റ്റ് വൺ, ലാൻഡ് ഓഫ് ദ മോർണിംഗ് കാം ഈസ് കൊറിയ. വെനീസ് ഓഫ് ദ നോർത്ത്, അതായത് കൊറിയയുടെ അടുത്തപ്പോ എന്ത് ചെയ്യാ, 1 എന്ന് നമ്പർ ഇട്ട് വെക്കുക. പിന്നെ അത് വൃത്തി താഴോട്ട് എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, ലാൻഡ് ഓഫ് ദ മോർണിംഗ് കാം ഈസ് കൊറിയ. വെനീസ് ഓഫ് ദ നോർത്ത് ഈസ് Stockholm. Second one, city of the skyscrapers is New York. Land of the midnight sun is Norway. Forbidden city Lhasa and land of 10,000 lakes is Finland. Land of the rising sun is Japan. Eternal city is Rome. Playground of Europe is Switzerland. Land of cakes is known as Scotland. Land of the kangaroo is Australia and land of the white elephant is Thailand and Emerald Island is Ireland and land of thunderbolts Bhutan and land of the maple leaf Canada. Okay. Okay, അപ്പോൾ land of the maple leaf എന്ന് വെച്ചാൽ എന്താണ്? മാപ്പിൾ ഒരു ട്രീ ആണ്, മാപ്പിൾ ട്രീ. അതിന്റെ ലീഫ്, മാപ്പിൾ ലീഫിന്റെ നഗരം എന്നറിയപ്പെടുന്നത് എന്താണ്? കാനഡയാണ്. കാനഡയുടെ നാഷണൽ സിംബലും കൂടെയാണ് അതിന്റെ മാപ്പിൾ ലീഫ്. അതിന്റെ കാനഡ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നാഷണൽ സിംബൽ കൂടിയാണ് എന്താണ്? മാപ്പിൾ ട്രീ. ഓക്കെ, ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? Let me go to next portion, an amazing machine. Okay, okay, it's an interesting portion about an amazing machine. Okay, today we are going to discuss this, an amazing machine, our next portion. Okay, എല്ലാവരും എടുത്തോ ആ പേജ്, an amazing machine. Okay, which is this amazing machine? What about it? Discuss about. ഇത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? എന്താണ് ഒരു അമേസിംഗ് മെഷീൻ? എന്തിനെ കുറിച്ചായിരിക്കും an അമേസിംഗ് മെഷീൻ എന്നാണ് പറയുന്നത്? ഒരു അതിശയകരമായ യന്ത്രം അല്ലേ, ഒരു അമേസിംഗ് ആയിട്ടുള്ള മെഷീൻ. വാട്ട് ഈസ് ദാറ്റ്? എന്താണ് മോളെ ദേവാഞ്ജന? നമ്മുടെ ബോഡിയെ കുറിച്ച്. ഓക്കെ, റൈറ്റ്. നമ്മുടെ ബോഡീനെയാണ്, നമ്മുടെ ഹ്യൂമൻ ബോഡീനെയാണ് അമേസിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, an അമേസിംഗ് മെഷീൻ അല്ലേ? ആക്ച്വലി ഹ്യൂമൻ ബോഡി is an amazing machine. Okay, ശരിക്കും എന്താണ്? ഹ്യൂമൻ ബോഡി an amazing machine ആണല്ലേ? എന്തൊക്കെ പ്രവർത്തനങ്ങളാണല്ലേ ഒരു ഹ്യൂമൻ ബോഡി ചെയ്യുന്നത്? അതുപോലെ അമേസിംഗ് ആയിട്ടുള്ള ഒരു മെഷീൻ എന്താണ് വേറെ ഉണ്ടോ? നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ? ആക്ച്വലി ഹ്യൂമൻ ബോഡി is an amazing machine. Okay, ആക്ച്വലി എന്താണ് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്?
ഒരു അമേസിംഗ് മെഷീൻ ആണെന്നാണ് പറയുന്നത്. ഇറ്റ്സ് ആൻ അമേസിംഗ് മെഷീൻ. ഓക്കെ, ലെറ്റ് മീ റീഡ്. ഓക്കെ, our body is an amazing machine. Let us discussing about our body and read some lesser known facts about it. Okay, നമ്മുടെ ബോഡി എന്താണ്? Our body is an amazing machine. നമ്മുടെ ബോഡി, ലിസൺ, എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മുടെ ബോഡി എന്താണ്? ഒരു അമേസിംഗ് മെഷീൻ ആണെന്ന് പറയുന്നു. റീഡ് സം ലെസർ നോൺ ഫാക്ട്സ് അബൌട്ട് ഇറ്റ്. വായിക്കുക. എന്താണ്? കുറച്ച് ലെസർ നോൺ ആയിട്ടുള്ള ഫാക്ട്, അതായത് അധികം അറിയപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ വായിക്കാം, പഠിക്കാം എന്നാണ് പറയുന്നത്. നമ്മുടെ ബോഡിയെ കുറിച്ച് നമുക്ക് എന്തറിയാം? കൂടുതലായിട്ട് ഡീപ്പായിട്ട് ഒന്നും അറിയില്ല അല്ലെ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ? അതൊക്കെ എന്താണ്? ഫാത്തിമ മെഹഫൂസ, പ്ലീസ് ഓൺ യുവർ വീഡിയോ ഓൺ ചെയ്യോ മോളെ മെഹഫൂസ? ഓൾറെഡി ലേറ്റ് ആണ്. ഓക്കെ, അപ്പോ എന്താണ്, ഞാനിപ്പോ പറഞ്ഞു, എല്ലാവരും മാക്സിമം പ്രോപ്പർ ടൈമിൽ തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് നമ്മൾ അവരോട് വീണ്ടും സംസാരിച്ച് നമ്മുടെ ടൈം ഒരുപാട് വേസ്റ്റ് ആയി പോവും. ഓക്കെ, നിങ്ങൾക്ക് ഇനിയിപ്പോ ഫസ്റ്റ് സെമ്മിന്റെ എക്സാമും ഒക്കെ വരാൻ പോവാണ്. അപ്പൊ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം, പ്രോപ്പർ ടൈമിൽ ക്ലാസ്സിൽ വരണം, നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, okay, let us start. Okay, appo we are discussing about an amazing machine. That amazing machine is our body. A human body is an amazing machine, and we are study about the lesser known facts alle. Lesser known nu vecha word inde meaning adhigam ariyapedatha ennaanu. Lesser known, namukku less aanadu, namukku adhigam ariyilla adine kurichu. Lesser known nokkulla word ningalku venengil ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡാണ് ലെസർ നോൺ. ദാറ്റ് മീൻസ് അധികം അറിയപ്പെടാത്ത കാര്യങ്ങളാണ് നമ്മുടെ ബോഡിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോ ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്, അത് ഒന്ന് വായിച്ച മോളെ അൽന. ഫസ്റ്റ് പോയിന്റ്. The heart beats more than 200 crore times during our lifetime. Okay, enough. അപ്പോ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഫസ്റ്റ് പോയിന്റ്, the heart beats more than 200 crore times during our lifetime. Okay, എന്താണ് അതിന്റെ മീനിങ്? നമ്മുടെ heart beats, നമ്മുടെ ഹൃദയമിടിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? more than 200 crore times during our lifetime. നമ്മുടെ ജീവിതകാലത്തില് അത് 200 കോടിയിലധികം പ്രാവശ്യം ഹൃദയം മിടിക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ ഹൃദയം എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ടക് ടക് എന്ന് പറഞ്ഞ് മിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ദാറ്റ്സ് our heart beat. അപ്പൊ എന്താണ്? heart beat ഇടിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ? എല്ലാരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ഉണ്ടല്ലേ? കുഴപ്പമൊന്നുമില്ല അല്ലേ? ഓക്കെ, അപ്പോ നമ്മുടെ ഹേർട്ട് ബീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ലൈഫ് ടൈമില്, അതായത് നമ്മുടെ ജനനം മുതൽ നമ്മൾ മരിക്കുന്നത് വരെ ഉള്ളതാണല്ലോ നമ്മുടെ ലൈഫ് ടൈം. ആ നമ്മുടെ ലൈഫ് ടൈമില് 200 crore 200 കോടിയിലധികം തവണ എന്ത് ചെയ്യുന്നുണ്ട്? ഹേർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ല അല്ലേ? നമുക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല അല്ലേ? കൗണ്ട് ചെയ്യാൻ വളരെ ടഫ് ആണല്ലേ? നമുക്ക് എപ്പോഴും നമ്മുടെ ഹേർട്ട് ബീറ്റ് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? നോ. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? നമ്മുടെ ഹേർട്ട് ബീറ്റ് more than 200 crore times during our lifetime. നമ്മുടെ ജീവിതകാലത്തില് 200 കോടിയിലധികം തവണ നമ്മുടെ ഹേർട്ട് ബീറ്റ് മിടിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഹേർട്ട് ബീറ്റ് എപ്പോഴും ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ജനനം തൊട്ട് മരണം വരെ എത്ര തവണയാണ് അത് ഇടിക്കുന്നത്? 200 crore. more than 200 crore ആണ് അല്ലെ? 200 കോടിയിലധികം തവണയാണ് നമ്മുടെ ഹേർട്ട് ബീറ്റ് ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമുക്ക് അറിയില്ലായിരുന്നു അല്ലേ എത്ര തവണയാണെന്നുള്ളത്? ദിസ് ഈസ് എന്താണ്? 200 കോടിയിലധികം തവണ നമ്മുടെ ഹേർട്ട് ബീറ്റ് നമ്മുടെ ജീവിതകാലത്തിൽ ഇടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, റൈറ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? ഫസ്റ്റ് പോയിന്റ് ഇസ് ക്ലിയർ? ഓക്കെ, 200 കോടിയിലധികം തവണ നമ്മുടെ ഹേർട്ട് ബീറ്റ് ഇടിക്കുന്നുണ്ട് നമ്മുടെ ജീവിതകാലത്തിൽ. ഓക്കെ, then next one, every drop of blood goes around the body more than 1000 times in a day. It's an amazing fact. Okay, ഇതും ഒരു അമേസിംഗ് ആയിട്ടുള്ള ഫാക്റ്റ് ആണ് അല്ലേ? ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ ബോഡീനെ എന്താണ് ഒരു അമേസിംഗ് മെഷീൻ ആയിട്ട് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, എവ്രി ഡ്രോപ്പ് ഓഫ് ബ്ലഡ്, ഓരോ തുള്ളി
ബ്ലഡും എന്ത് ചെയ്യുന്നുണ്ട്? ഗോസ് അറൌണ്ട് ദ ബോഡി മോർ ദാൻ 1000 ടൈംസ് ഇൻ എ ഡേ. എന്താണ് ഷെഫി? എന്താണ് മോളെ വളരെ ഗ്ലൂമി ആയിരിക്കുന്നത് ഷെഫി? വൈ? ഓക്കെ, ലിസൺ. ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ എവറി ഡ്രോപ്പ് ഓഫ് ബ്ലഡ്, ഓരോ തുള്ളി ബ്ലഡും ഗോസ് അറൌണ്ട് ദ ബോഡി മോർ ദാൻ 1000 ടൈംസ് ഇൻ എ ഡേ. എന്താണ്? ഒരു ദിവസം ഓരോ തുള്ളി ബ്ലഡും എന്ത് ചെയ്യുന്നുണ്ട്? 1000 ടൈംസ്, 1000 തവണ അല്ലേ? മോർ ദാൻ 1000 ടൈംസ്, 1000 തവണയിലധികം നമ്മുടെ ബോഡിയെ ചുറ്റും പോകുന്നുണ്ട്. അതായത് അറൌണ്ട് ദ ബോഡി, ബോഡിയിൽ ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ തുള്ളി ബ്ലഡും 1000 തവണയിലധികം നമ്മുടെ ബോഡിയിലേക്കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ബ്ലഡ് എപ്പോഴും ബ്ലഡ് സർക്കുലേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ നമ്മുടെ ബോഡിയിൽ. അപ്പൊ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലെങ്കിൽ എന്ത് പറ്റും? ബ്ലഡ് സർക്കുലേഷൻ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ഓരോ തുള്ളി ബ്ലഡും 1000 തവണയിലധികം നമ്മുടെ ബോഡിയിലെ കൂടെ അറൗണ്ട് നമ്മുടെ ബോഡിയിലെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ തുള്ളിയും 1000 തവണയിലധികം ഒരു ദിവസം പോകുന്നാണ് പറയുന്നത്. അവിടെ ഒരു എന്താണ്, ഒരു കാർട്ടൂൺ പോലെ കൊടുത്തിട്ടുണ്ടല്ലേ? അതെന്താണ്? എവറി ഡ്രോപ്പ് ആണ്. ഒരു ബ്ലഡ് ഡ്രോപ്പ് ഓടി പോകുന്നുണ്ടോ? ഐ നീഡ് ടു ഗോ ഫാസ്റ്റർ എന്ന് പറഞ്ഞിട്ട്. എന്താണ്? എനിക്ക് പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലഡിന്റെ ഡ്രോപ്പ് ആണ് ഓടി പോകുന്ന ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ? അതുപോലെ എന്താണ്? ഓരോ തുള്ളി ചോരയും ഇങ്ങനെ ഓടി ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബോഡിയിലെ കൂടെ. ഒരു ദിവസം 1000 തവണ. ഓക്കെ, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ അത്? ഇല്ല അല്ലേ? 1000 തവണ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെയൊക്കെ ഓരോരോ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇമാജിൻ ചെയ്യാനേ പറ്റുന്നില്ല അല്ലേ? നമ്മൾ എന്താണ് ഓരോ ദിവസവും എഴുന്നേൽക്കുന്നു, പല്ല് തേക്കുന്നു, ക്ലാസ്സിന് വരുന്നു, പഠിക്കുന്നു അല്ലേ? അതിന്റെ ഇടയിൽ നമ്മുടെ ബോഡി ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്നേ ഇല്ല അല്ലേ? അപ്പൊ നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഓഫ് ദാറ്റ് we called our body is an amazing machine. Okay, then first one നമ്മൾ പറഞ്ഞു, the heart beats more than 200 crore times during our lifetime. നമ്മുടെ heart beat 200 crore അല്ലേ? 200 കോടിയിലധികം തവണ മിടിക്കുന്നുണ്ട് during our lifetime. നമ്മുടെ ജീവിതകാലത്ത് നമ്മുടെ heart beat 200 crore-ലധികം മിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുന്നു. Then next one, every drop of blood, ഓരോ തുള്ളി ചോരയും 1000 തവണയിലധികം ഡ്യൂറിങ് ഗോസ് അറൗണ്ട് ബോഡി, നമ്മുടെ ബോഡിയിൽ ചുറ്റും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തല തൊട്ട് നമ്മുടെ കാലിന്റെ പാദം വരെയുള്ള നമ്മുടെ ബോഡിയിൽ എന്താണ്? എവറി ഡ്രോപ്പ് ഓഫ് ബ്ലഡ് ഗോസ് 1000 ടൈംസ്, ഓരോ തുള്ളി ചോരയും 1000 ടൈംസിലധികം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, then third point. Okay, is it clear? രണ്ടും ക്ലിയർ ആയോ? ഓക്കെ, ഒന്നുമില്ല. എന്താണ്? നമ്മുടെ ഹേർട്ട് ബീറ്റ് 200 കോടിയിലധികം പ്രാവശ്യം മിടിക്കുന്നുണ്ട് നമ്മുടെ ജീവിതകാലത്ത്, നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത്, നമ്മുടെ ജനനം തൊട്ട് മരണം വരെ. ഓക്കെ, നമ്മുടെ ഹേർട്ട് ബീറ്റ് 200 crore, 200 കോടിയിലധികം തവണ മിടിക്കുന്നുണ്ട്. Then next one, every drop of blood, ഓരോ തുള്ളി ചോരയും നമ്മുടെ ശരീരത്തിൽ കൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഒരാള് 1000 തവണ പോകും അല്ലേ? 1000 തവണ ഓരോ തുള്ളിയും ഇങ്ങനെ 1000 തവണ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശരീരത്തിന്റെ അകത്തൂടെ. ഓക്കെ, then third point, the brain send messages to the different parts of the body at over എന്താണ്? 400 kilometer per hour. 400 kilometer per hour. നമ്മുടെ ബ്രെയിൻ സെൻഡ് മെസ്സേജസ് ടു ദ ഡിഫറെന്റ് പാർട്സ്. നമ്മുടെ തലച്ചോറാണ് അല്ലേ? നമ്മുടെ ബ്രെയിൻ ആണ് നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ബോഡി എന്തൊക്കെ ചെയ്യണം എന്നുള്ള മെസ്സേജ് കൊടുക്കുന്ന ആൾ ആരാണ്? നമ്മുടെ ബ്രെയിൻ ആണ് അല്ലേ? ബ്രെയിൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ബ്രെയിൻ ആണ് നമ്മുടെ ബോഡിക്ക് മെസ്സേജസ് കൊടുക്കുക. വാട്ട്? നമ്മൾ എന്തൊക്കെ ചെയ്യണം അല്ലേ? കൈയോട് പറയും. നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യണമെന്ന് കരുതുന്ന സമയത്ത് അല്ലേ, ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ കയറണമെന്ന് ചിന്തിക്കുന്ന സമയത്ത് എന്തുണ്ട്? നമ്മൾ ഫോൺ എടുക്കുന്നു, സൂം എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലേ? ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നു. അത് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്താണ്? നമ്മളത് കൈകൊണ്ട് ചെയ്യുന്നു അല്ലേ? പക്ഷെ അതിനു മുമ്പ് ആ മെസ്സേജ് എന്ത് ചെയ്യും? നമ്മുടെ ബ്രെയിനിന് കിട്ടും. നമ്മുടെ ബ്രെയിനിന് ആ മെസ്സേജ് കിട്ടിയ ശേഷമാണ് ബ്രെയിൻ നമ്മുടെ ഹാൻഡിനോട് പറയും നീ ഇന്നത് ചെയ്യണമെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ കൈ പോയിട്ട് എന്ത് ചെയ്യും? ഫോൺ എടുക്കും, ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനുള്ള
വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യും അല്ലേ? പക്ഷെ എന്താണ് നമ്മുടെ ഒരു മെസ്സേജ് ബ്രെയിനിലെത്തി അത്രയും ടൈം നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ? നമുക്ക് എന്തെങ്കിലും തോന്നുമ്പോൾ നമ്മൾ അത് അപ്പൊ തന്നെ ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ അത്രയും ഫാസ്റ്റ് ആണ് ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ അല്ലേ? നമ്മൾ എന്താണ് ഒരു കാര്യം ചെയ്യണമെങ്കിൽ ആദ്യം നമ്മുടെ ബോഡിയിലെ ഏതൊരു പാർട്സിനും മെസ്സേജ് കൊടുക്കുക ആരാണ്? ബ്രെയിൻ ആണ്. അപ്പൊ എന്താണ് ആ ബ്രെയിൻ messages to the different parts of the body at over 400 km/h. ഒരു മണിക്കൂറിലാണ് നമ്മുടെ ബോഡി 400 കിലോമീറ്ററിലധികം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ശരീരത്തിലുള്ള വിവിധ ബോഡി പാർട്സിന് മെസ്സേജ് കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. The brain send messages to the different parts of the body at over 400 km/h. നമ്മുടെ ശരീരത്തിലെ ഡിഫറെന്റ് ബോഡി പാർട്സിന് നമ്മുടെ ബ്രെയിൻ 400 km/h മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത്രയും ഫാസ്റ്റ് ആണ് അതിന്റെ ആക്ടിവിറ്റി. ഓക്കെ ഓക്കെ സൂര്യദേവ്, എന്താണ് മോനെ, എന്താണ് സംസാരിക്കുന്നത്? ഓക്കെ, ലിസൺ. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ ഇപ്പൊ പറഞ്ഞ പോയിന്റ് സൂര്യദേവേ? അതൊന്ന് വായിച്ചു മോനെ. The brain, the different part of the body over 400 hours. Okay, the brain sends messages to the different parts of the body at over 400 km/h അല്ലേ? നമ്മുടെ ബ്രെയിൻ ആണ് നമ്മുടെ ഓരോ ബോഡി പാർട്സിനും ഓരോരോ മെസ്സേജസ് കൊടുക്കുന്നത്. അപ്പൊ മണിക്കൂറിൽ 400 കിലോമീറ്ററിലധികം നമ്മുടെ ബോഡിയിലേക്കൂടെ മെസ്സേജസുകൾ കൈമാറുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ ബ്രെയിൻ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ അതിലേക്ക് നമ്മൾ ലീഡ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ബ്രെയിൻ ആണ്. അപ്പൊ നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനം അത്രയും ഫാസ്റ്റ് ആണ് എന്നാണ് പറയുന്നത്. 400 km/h, ഒരു മണിക്കൂറിലാണ് 400 കിലോമീറ്ററിലധികം നമ്മുടെ ബോഡി പാർട്സിലേക്ക് ബ്രെയിൻ മെസ്സേജ് കൊടുക്കുന്നത്. നമ്മളിപ്പോ അറിയുന്നുണ്ടോ? നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് അത് ചെയ്യും അല്ലേ? ഭക്ഷണം കഴിക്കാൻ തോന്നുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കും. പക്ഷെ അതിനു മുമ്പേ നമ്മുടെ ബോഡിയിൽ അങ്ങനെ ഒരു ആക്ടിവിറ്റി നടക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ എന്താണ് ബ്രെയിനാണ് ആദ്യം തോന്നുക ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരു മെസ്സേജ് ബ്രെയിനിൽ എത്തി, ബ്രെയിനിൽ നിന്നാണ് അത് നമ്മുടെ ബാക്കി ആക്ടിവിറ്റിയിലേക്ക് പോകുന്നത്. നമ്മൾ ഫുഡ് എടുക്കുന്നു, കഴിക്കുന്നു, ഇതിനൊക്കെ മുമ്പ് നമ്മുടെ ബ്രെയിൻ ആണ് നമുക്ക് ആ മെസ്സേജ് തരിക. അപ്പം അത്രയും ഫാസ്റ്റ് ആണ് നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനം. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഒരു മണിക്കൂറിൽ നമ്മുടെ ബോഡി പാർട്സിന് 400 km/h, ഒരു മണിക്കൂറിൽ 400 കിലോമീറ്റർ. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ അല്ലേ? ഒരു മണിക്കൂറിൽ 400 കിലോമീറ്റർ കിലോമീറ്ററോളം നമ്മുടെ ഡിഫറെന്റ് ബോഡി പാർട്സിന് നമ്മുടെ ബ്രെയിൻ മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, then I told you in our last class and before our class, Ashin, there is no need to unwanted chats. Okay, ഈ ഹായ് ഹലോ ഇതൊക്കെ എന്തിനാണ് ക്ലാസ്സിന്റെ ഇടയിൽ? ക്ലാസ് ഇപ്പൊ നടക്കുകയാണ്, അതിന്റെ ഇടയിൽ ഗുഡ് മോർണിംഗ്, ക്ലാസ് പകുതിയായി, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഹായ് ഹലോ, ചായ കുടിച്ചോ, ഇതൊക്കെയാണോ ക്ലാസ്സിന്റെ ടൈമിൽ ചെയ്യേണ്ടത്? ലിസൺ. ഓക്കെ ഓക്കെ, ആഷിൻ അൺമ്യൂട്ട് ചെയ്ത മോനെ. ഒരുപാട് തവണ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിന്റെ ടൈമിൽ അൺവാണ്ടഡ് ചാറ്റ്സിന്റെ ആവശ്യം ഇല്ല എന്ന്. ഓക്കെ ഓക്കെ, അൺമ്യൂട്ട് ചെയ്ത ആഷിൻ. ഓക്കെ, എന്താണ് മോനെ ഫസ്റ്റ് പോയിന്റ്? The heart beats more than 200 crore times during our lifetime. What's the meaning? എന്താണ്? 200 കൂടുതൽ ടൈം. അതുകൊണ്ടാണ് ക്ലാസ്സിൽ ലിസൺ ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഓക്കെ, 200 ഞാൻ ഓരോ പോയിന്റും പറഞ്ഞു, അത് ക്ലിയർ ആണോ എന്ന് എല്ലാവരോടും ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, ക്ലാസ്സിന്റെ സമയത്ത് അൺവാണ്ടഡ് ചാറ്റ് ചെയ്യരുത്. ഓക്കെ, ക്ലാസ്സിന്റെ സമയത്ത് ക്ലാസ് ലിസൺ ചെയ്യാം. നിങ്ങൾ നമ്മുടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുന്ന പോലെ തന്നെയാണ്
അപ്പോ നമ്മൾ പറഞ്ഞു ദ ഹേർട്ട് ബീറ്റ്സ് മോർ ദാൻ 200 crore ടൈംസ് ഡ്യൂറിങ് അവർ ലൈഫ് ടൈം. ആ ഹേർട്ട് ബീറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ബീറ്റ് ചെയ്യുന്നുണ്ട്. എപ്പോ 200 crore 200 കോടിയിലധികം തവണ നമ്മുടെ ജീവിതകാലത്ത് നമ്മുടെ നമ്മുടെ ഹേർട്ട് ബീറ്റ് ഇടിക്കുന്നുണ്ട്. ഓക്കെ, 200 കോടിയിലധികം തവണയാണ് നമ്മുടെ ബർത്ത് ടു ഡെത്ത് അല്ലെ, നമ്മൾ ജനിച്ചിട്ട് മരിക്കുന്നത് വരെയുള്ള നമ്മുടെ ലൈഫ് ടൈമിൽ 200 കോടിയിലധികം തവണ നമ്മുടെ ഹേർട്ട് ബീറ്റ് മിടിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ എവറി ഡ്രോപ്പ് ഓഫ്, കേട്ടോ അശ്വിൻ? അതാണ്, അല്ലാതെ 200 കോടിയിലധികം തവണ നമ്മുടെ ഹേർട്ട് ബീറ്റ് മിടിക്കുന്നുണ്ട് എന്നാണ് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, then every drop of blood goes around the body more than 1000 times in a day. Every drop of ഓരോ തുള്ളി ചോരയും എന്ത് ചെയ്യുന്നുണ്ട്? 1000 തവണയിലധികം ഒരു ദിവസമാണ്, ഒരു ദിവസം നമ്മുടെ ശരീരത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 1000 തവണയിലധികം എവറി ഡ്രോപ്പ്, ഓരോ തുള്ളിയും. ഓക്കെ, then third one, the brain send messages to the different parts of the body at over 400 kilometer per hour. 400 കോടിയിലധികമുള്ള നമ്മുടെ ബോഡി പാർട്സിലേക്ക് നമ്മുടെ ബ്രെയിൻ മെസ്സേജസ് കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പെർ അവർ, ഒരു മണിക്കൂറിലാണ്. ഒരു മണിക്കൂറിൽ 400 കിലോമീറ്റർ പെർ അവർ ദ ബ്രെയിൻ സെൻഡ് മെസ്സേജസ്. നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്? മെസ്സേജ് സെൻഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബോഡി പാർട്സിലേക്ക്. ഓക്കെ, ക്ലിയർ? Then fourth one, an adult has 206 bones. A newborn baby, however, has 330 bones. As the child goes, some bones join together. എന്താണെന്ന് അറിയോ? അതെന്താണെന്ന് മനസ്സിലായോ? അതായത് an adult has 206 bone. An adult എന്ന് വെച്ചാൽ എന്താണ്? അഡൽട്ട് എന്താ? മുതിർന്ന ആൾക്കാർ. ഓക്കെ, മുതിർന്ന ആൾക്കാരാണ്. ഓക്കെ, അഡൽട്ട്. an adult എന്താണ്? അഡൽട്ട് എന്ന് വെച്ചാൽ മുതിർന്ന ആൾക്കാരാണ് അല്ലെ, പ്രായപൂർത്തിയായ മുതിർന്ന ആൾക്കാർ. അവർക്ക് എന്തുണ്ട്? 206 ബോൺസ്. 206 അല്ലെ, അത്രയും എല്ലുകളുണ്ട്. 206. ഓക്കെ, ഒരു അഡൽട്ടിന് 206 ബോൺസ് ആണ് ഉള്ളത്. ഓക്കെ, ഒരു പ്രായപൂർത്തിയായ ആൾക്കാർക്ക് 206 എന്തുണ്ടാവും? അസ്ഥികൾ ഉണ്ടാവും, ബോൺസ്, എല്ലുകൾ. A newborn baby, however, has 330 bones. ഓക്കെ, ഒരു ന്യൂബോൺ ബേബി, ഒരു നവജാത ശിശുവിന്, അതായത് ഒരു കുഞ്ഞിന്, ഒരു ചെറിയ കുട്ടിക്ക് എന്തുണ്ടാവും? 330 ബോൺസ്, 330 അല്ലെ, 330 ബോൺസ്. As a child grows, ഒരു കുട്ടി വളരുമ്പോ എന്ത് ചെയ്യും? Some bones join together അല്ലെ, ചില എല്ലുകളൊക്കെ കൂടിച്ചേരും. അതായത് ഒരു മുതിർന്ന ആൾക്ക് 206 ഉണ്ടാവുള്ളൂ, പക്ഷെ ഒരു കുട്ടിക്ക് എന്തുണ്ട്? 330 ഉണ്ട്. അപ്പൊ ആർക്കാണ് കൂടുതൽ? കുഞ്ഞിനാണ് കൂടുതൽ ഉണ്ടാവുക. പക്ഷെ നമ്മള് വളരുന്ന സമയത്ത്, ഒരു കുട്ടി വളരുമ്പോ എന്ത് ചെയ്യും? ചില ബോൺസ് ഒക്കെ ജോയിൻ ചെയ്തിട്ട് അത് ഒന്നാവും. 2-3 എല്ലുകൾ കൂടിയിട്ട് ഒരൊറ്റ എല്ലായിട്ട് മാറും. അപ്പോഴാണ് എണ്ണം കുറയുന്നത് അല്ലെ. നമ്മൾ ചിന്തിക്കുക എന്താണ്? മുതിർന്നവർക്ക് 206ഉം കുഞ്ഞിന് 330ഉം. അതെങ്ങനെയാണ്? അങ്ങനെയാന്നല്ലേ ചിന്തിക്കുക. പക്ഷെ ഒരു കുഞ്ഞു വളരുമ്പോ എന്താവും? ചില ബോൺസ് ജോയിൻ ചെയ്യും, തമ്മിൽ കൂടിച്ചേരും. അത് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. തന്നെ കൂടിച്ചേർന്നിട്ട് എന്താവും? 206 ബോൺസ് ആയിട്ട് മാറും. ഓക്കെ, ജനിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും 330 ഉണ്ടാവും, 330 ബോൺസ്. ഓക്കെ, ക്ലിയർ? ജനിക്കുന്ന സമയത്ത് കുഞ്ഞു കുട്ടികൾക്ക് എന്തുണ്ടാവും? 330 ബോൺസ് ഉണ്ടാവും. നമ്മൾ വളരുമ്പോ ചില എല്ലുകൾ കൂടി ചേർന്നിട്ട് 206 എണ്ണമായിട്ട് ചുരുങ്ങും. ഓക്കെ, ക്ലിയർ? എന്താണ് മോളെ ദേവാഞ്ജന? ഒന്നുമില്ല അല്ലേ? ഓക്കെ, അപ്പൊ എന്താണ്? ഒരു അഡൽട്ട് എന്ന് വെച്ചാൽ എന്താണ്? മുതിർന്ന ആൾക്കാർക്ക് 206 ബോൺസ് ആണ് ഉണ്ടാവുക. 206. ഓക്കെ, ഇതൊക്കെ ക്വസ്റ്റ്യൻ വരാമല്ലേ? അഡൽട്ടിന് എത്ര ബോൺസ് ഉണ്ടാകാം? ഇന്ന് മാത്രല്ല, എപ്പോഴും GK-ലൊക്കെ മിക്കവാറും എക്സാമിനൊക്കെ വരാറുണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ. അഡൽട്സിന് എത്ര ബോൺസ് ഉണ്ട്? 206. ന്യൂ ബോൺ ബേബിക്ക് 330 ബോൺസ് ആർ ദിയർ. ന്യൂ ബോൺ ബേബിക്ക് 330 ബോൺസ് ഉണ്ടാകും. ഒരു കുട്ടി വളരുമ്പോ എന്ത് ചെയ്യും? ചില ബോൺസ് ഒക്കെ എന്ത് ചെയ്യും? ജോയിൻ ചെയ്യും, പരസ്പരം ജോയിന്റ് ആകും. രണ്ടെണ്ണം കൂടിച്ചേർന്ന് ഒന്നാകും. അപ്പൊ എന്ത് പറ്റും? എണ്ണം കുറയും. അങ്ങനെയാണ്
ന്യൂ ബോണിന് 330, അഡൽറ്റിന് 206. ഓക്കെ, ക്ലിയർ? ക്ലിയർ Ashin, is it clear? Okay, okay. Then next one, the tongue is the only muscle in the body which is attached at one end only. Okay, the tongue is the only muscle in the body which is attached at one end only. Okay, എന്താണ്? The tongue is the only muscle. എന്താണ്? നമ്മുടെ ശരീരത്തിലെ ഒരേ ഒരു അവയവമായ ആണ് ടങ്. എന്താണ്? which is attached at one end only. ഒരറ്റത്ത് മാത്രം ഘടിപ്പിച്ചിട്ടുള്ള, one end only യിൽ മാത്രം, ഒരു അറ്റത്ത് മാത്രം അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരേ ഒരു ശരീരത്തിലെ ഒരേ ഒരു അവയവമാണ് നമ്മുടെ ടങ്. ഓക്കെ, ക്ലിയർ? എന്താണെന്ന് അറിയോ? ടങ് മാത്രം എന്താണ്? ഒരു അറ്റത്ത് മാത്രമാണുള്ളത്. നമ്മുടെ തൊണ്ടയിൽ നിന്ന് എന്താണ്? പുറത്തേക്കാണല്ലേ ടങ്. ഇതിന്റെ മറ്റേ അറ്റം എവിടെയെങ്കിലും ഘടിപ്പിച്ചിട്ടുണ്ടോ നമ്മുടെ നാക്കിന്റെ? ഇല്ലല്ലോ, അത് ഫ്രീ ആണല്ലേ. ഓക്കെ, ആരുടെയെങ്കിലും ഘടിപ്പിച്ചിട്ടുണ്ടോ അങ്ങനെ? അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ, എല്ലാരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. ഓക്കെ, ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ ഒരറ്റത്ത് മാത്രമാണ് നമ്മുടെ നാക്ക് ഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഒരറ്റത്ത് മാത്രം അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരേ ഒരു ബോഡി പാർട്ടാണ് നമ്മുടെ ടങ്. ഓക്കെ, ഒരറ്റത്ത് മാത്രമുള്ള നമ്മുടെ ഒരേ ഒരു പേശിയാണ് ടങ്. ഓക്കെ, an amazing fact. Okay, ഒരറ്റത്ത് മാത്രമാണ് അത് ഘടിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരറ്റത്ത് മാത്രമുള്ള ഒരേ ഒരു അവയവമാണ് ടങ്. ഓക്കെ, ബാക്കി എല്ലാം എന്താണ്? രണ്ടറ്റത്തും രണ്ടോ മൂന്നോ പരസ്പരം ജോയിന്റ് ചെയ്താണ് ഉണ്ടാവുക. പക്ഷെ നമ്മുടെ നാവ് മാത്രം എന്താണ്? ഒരറ്റത്ത് മാത്രമാണ് ഘടിപ്പിച്ചിട്ടുണ്ടാവുക. ഓക്കെ, then next one, listen. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കണം. ഓക്കെ, ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. ഓക്കെ, then fingernails grow about 2 millimeters in 1 month. Fingernails grow about 2 millimeters in 1 month. എന്താണ്? നമ്മുടെ കയ്യിലെ നഖം 2 millimeter ആണ് വളരുക. ഇപ്പോ ഒരു മാസം നമ്മുടെ കയ്യിലെ നഖം വളരുന്നത് 2 millimeter ആണ് അല്ലേ? അതിലും കൂടുതൽ വളരുന്നുണ്ടെങ്കിൽ എന്താണ്? നഖമൊക്കെ ഒരുപാടാവും അല്ലേ? നമ്മുടെ മുടിയൊക്കെ വളരുന്ന പോലെ അങ്ങനെ പെട്ടെന്ന് വളരുന്നുണ്ടോ? ഇല്ല അല്ലേ? നമ്മുടെ നഖം വളരുക ഒരു മാസം 2 millimeter ആണ് വളരുക. ഒരു മാസം 2 millimeter മാത്രമാണ് നമ്മുടെ നഖം വളരുന്നത്. The nail of our middle finger grow the fastest. എന്താണ്? നമ്മുടെ nail of the middle finger, നടുവിരല്. middle finger ഏതാണ്? Which is your middle finger? Show me your middle finger. Okay, this is our middle finger. Middle finger. The nail of our middle finger is grows the fastest. അതായത് ഒരു മാസം എന്താണ്? 2 millimeter ആണ് നമ്മുടെ നഖം വളരുക ഒരു മാസം. അപ്പൊ നമ്മുടെ മിഡിൽ ഫിംഗർ എന്ത് പറ്റും? ഏറ്റവും വേഗത്തിൽ നഖം വളരുന്നത് മിഡിൽ ഫിംഗറിന്റെ ആണ്. മറ്റുള്ള വിരലുകളെ അപേക്ഷിച്ച് നമ്മുടെ നടുവിരലിന്റെ നഖമാണ് പെട്ടെന്ന് വളരുക. ഓക്കെ, the nail of the thumb grows the slowest. Which is your thumb? Show me your thumb. Thumb. Which is your thumb? This is your thumb. നമ്മുടെ തമ്പിന്റെ നൈൽ എന്താണ്? മെല്ലെ വളരുള്ളൂ. പക്ഷെ നമ്മുടെ മിഡിൽ ഫിംഗറിന്റെ നൈലാണ് ഏറ്റവും പെട്ടെന്ന് വളരുക. പെട്ടെന്ന് വളരുക എന്ന് വെച്ചാല് വളർന്നങ്ങ് പോവാന്നല്ല, മറ്റുള്ള നഖത്തിനെ അപേക്ഷിച്ച് ഇതാണ് ഇത്തിരി വേഗം വളരുന്ന നഖം ഇതാണ്. പക്ഷെ ഏറ്റവും കുറവ് എല്ലാം വളരുന്നത് ഇതുമാണ്. ഓക്കെ, ക്ലിയർ? വളരുക എന്ന് വെച്ചാൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, ഒരു മാസം തന്നെ വളരുക 2 millimeter ആണ്. അപ്പൊ എന്താണ്? പെട്ടെന്ന് വളരാന്ന് വെച്ചാൽ ഒരുപാട് വളരില്ല. ആ 2 millimeter നിന്ന് കുറച്ച് കൂടുതൽ നഖം ഉണ്ടാവുക നമ്മുടെ നടുവിരലിനും കുറവുണ്ടാവുക നമ്മുടെ തമ്പിനുമാണ്. ഓക്കെ, ക്ലിയർ? Is it clear? Okay, then an adult produces about 2.5 liters of saliva every day. Okay, an adult produces about 2.5 liters. 1.5 ലിറ്റർ സലൈവ പ്രൊഡ്യൂസ് ചെയ്യും. ആര്? ഒരു അഡൽട്ട്, ഒരു മുതിർന്ന ആള് ഒരു ദിവസം 1.5 liters ഓഫ് സലൈവ പ്രൊഡ്യൂസ് ചെയ്യുമെന്നാണ്. വാട്ട് ഡു മീൻ ബൈ സലൈവ? ഡു യു നോ ദാറ്റ്? എന്താണ് സലൈവ? ഉമിനീര്. ഓക്കെ, ഓക്കെ, ഉമിനീര്. നമ്മുടെ ഉമിനീരിനെയാണ് സലൈവ എന്ന് പറയാ. സലൈവ. ഓക്കെ, അപ്പൊ ഒരു അഡൽട്ട്, ഒരു
പ്രായപൂർത്തിയായിട്ടുള്ള ഒരു മുതിർന്ന ആള് ഒരു ദിവസം 1.5 ലിറ്റർ സലൈവ പ്രൊഡ്യൂസ് ചെയ്യും എന്നാണ് പറയുന്നത് ഒരു ദിവസം. അല്ലെ? നമ്മൾ അറിയുന്നുണ്ടോ ഇത്? 1.5 ലിറ്റർ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല അല്ലെ? ഒരു ദിവസം 1.5 ലിറ്റേഴ്സ് ഓഫ് സലൈവ പ്രൊഡ്യൂസ് ചെയ്യും. അഡൽട്ട് ആണ് കേട്ടോ, ഒരു മുതിർന്ന ആള്. ഓക്കെ, ക്ലിയർ? ക്ലിയർ? 1.5 ലിറ്റർ സലൈവ പ്രൊഡ്യൂസ് ചെയ്യും ഒരു അഡൽട്ട് ഒരു ദിവസമാണ് കേട്ടോ. ഓക്കെ, വി ഗ്രോ ബൈ അബൌട്ട് 8 millimeter ഡ്യൂറിങ് ദ നൈറ്റ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? രാത്രി ഉറങ്ങുമ്പോ 8 millimeter വളരുന്നുണ്ട് എന്നാണ് പറയുന്നത്. എല്ലാ ദിവസവും നമ്മൾ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോ നമ്മൾ അറിയാതെ നമ്മൾ 8 millimeter വളരുന്നുണ്ട് അല്ലേ? പക്ഷെ രാവിലെ എഴുന്നേൽക്കുമ്പോ ഹൈറ്റ് കൂടിയിട്ടൊന്നും കാണുന്നില്ല അല്ലേ? അങ്ങനെ എല്ലാ ദിവസവും 8 millimeters വളരുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ആകാശമുട്ട വളർന്നേനെ അല്ലേ? പക്ഷെ ഇല്ല, എല്ലാ ദിവസവും നമ്മൾ 8 millimeters ഡ്യൂറിങ് ദ നൈറ്റിൽ വളരുന്നുണ്ട്. പക്ഷെ എന്ത് പറ്റുന്നുണ്ട്? shrink it to our former height in the morning. രാവിലെ ആവുമ്പോഴേക്കോ അത് ചുരുങ്ങിയിട്ട് നമ്മുടെ സാധാരണ ഹൈറ്റ് ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്, പക്ഷെ നമ്മൾ രാത്രി ടോയ്ലറ്റിൽ പോകാൻ എഴുന്നേൽക്കുമ്പോ എന്താണ്, നമ്മൾ ഹൈറ്റ് കൂടിയതായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല അല്ലേ? അപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്ക് ചുരുങ്ങിപ്പോവും, രാത്രി ഉറങ്ങുമ്പോ വളരുന്നാണ് പറയുന്നത്. നമ്മൾ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോ 8 millimeter നമ്മൾ വളരും. രാത്രി ടോയ്ലറ്റിൽ പോകാൻ എണീച്ചിട്ട് പിന്നെ ഉറങ്ങാതിരുന്നാ മതി. അപ്പൊ എന്ത് പറ്റും? വളർന്നത് അങ്ങനെ തന്നെ നിൽക്കും. ഓക്കെ, അപ്പോ രാത്രി ഉറങ്ങുന്ന സമയത്ത് 8 millimeters എന്താണ്, നമ്മുടെ ഹൈറ്റ് കൂടുന്നുണ്ട്. പക്ഷെ രാവിലെ ആവുമ്പോഴേക്കും അത് ചുരുങ്ങിയിട്ട് നമ്മുടെ സാധാരണ ഹൈറ്റിൽ തന്നെ ആവുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഹൈറ്റ് കൂടിയതായിട്ട് നമുക്ക് തോന്നാത്തത്. ഓക്കെ, ഇനി ആരും രാത്രി ടോയ്ലറ്റിൽ പോകാൻ എണീച്ചിട്ട് പിന്നെ ഉറങ്ങാതിരിക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാണ്. അങ്ങനെ ഉറങ്ങാതിരുന്ന ഹൈറ്റ് കൂടിയത് അങ്ങനെ തന്നെ നിൽക്കൊന്നുമില്ല. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഹൈറ്റ് കുറഞ്ഞവരൊക്കെ ഇനി വേണമെങ്കിൽ രാത്രി ടോയ്ലറ്റിൽ പോയിട്ട് ഉറങ്ങാതിരിക്കും, ഹൈറ്റ് കുറയാതിരിക്കാൻ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് വളരുക. 8 millimeters എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. 8 millimeters രാത്രി എന്താണ്, നമ്മൾ വളരും. രാവിലെ ആവുമ്പോഴേക്കും നമ്മൾ ചുരുങ്ങിയിട്ട് സാധാരണ പോലെയാവും. കണ്ടോ? ബട്ട് shrink to our former height. നമ്മുടെ സാധാരണ ഹൈറ്റിലേക്ക് shrink ചെയ്യും. shrink എന്ന് വെച്ചാൽ എന്താണ്? ചുരുങ്ങുക എന്നാണ് മീനിങ്. shrink. ഓക്കെ, രാത്രി നമ്മൾ 8 millimeters വളരുന്നുണ്ട്. പക്ഷെ രാത്രി അത് പിന്നെ ചുരുങ്ങിയിട്ട് നമ്മുടെ സാധാരണ ഹൈറ്റിലേക്ക് വരികയും ചെയ്യും രാവിലെ ആവുമ്പോഴേക്കും. ഓക്കെ, ക്ലിയർ? നമുക്കിത് ഒന്നുകൂടെ പറയാം, പക്ഷെ നമ്മുടെ ടൈം ഏകദേശം കഴിയാൻ പോവാന്ന്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, ദിസ് ഫാക്ട് ഒക്കെ എന്താണ്, വളരെ അമേസിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ? അതുകൊണ്ടാണ് നമ്മുടെ ബോഡീനെ ഒരു അമേസിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവരും ഇത് നന്നായിട്ട് ഒന്ന് റീഡ് ചെയ്യണം, നന്നായിട്ട് വായിക്കണം, പഠിക്കണം. ഓക്കെ, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് അല്ലേ? An amazing machine. Okay, listen. The heart beats more than 200. പെട്ടെന്ന് ഒന്ന് ശ്രദ്ധിക്കുക, പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് വരെ പറഞ്ഞു പോകാൻ വേണ്ടി നോക്കാം. ഒരു മിനിറ്റേ ഉള്ളൂ. The heart beat more than 200 crore times during our lifetime. നമ്മുടെ ജീവിതകാലത്ത് 200 കോടിയിലധികം പ്രാവശ്യം നമ്മുടെ ഹേർട്ട് ബീറ്റ് മിടിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, എവറി ഡ്രോപ്പ് ഓഫ് ബ്ലഡ് ഗോസ് അറൌണ്ട് ദ ബോഡി മോർ ദാൻ 1000 ടൈംസ് ഇൻ എ ഡേ. ഓരോ തുള്ളി ചോരയും 1000 തവണയിലധികം നമ്മുടെ ബോഡിയിലെ കൂടെ ഒരു ദിവസം പോകുന്നുണ്ട് എന്നാ പറയുന്നത്. The brain send messages to the different parts of the body at over 400 kilometers per hour. നമ്മുടെ ബ്രെയിൻ നമ്മുടെ ശരീരഭാഗത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? 400 കിലോമീറ്ററിലധികം പെർ അവറിൽ മെസ്സേജസ് സെൻഡ് ചെയ്യുന്നുണ്ട്. An adult has 206 bones. ഒരു മുതിർന്ന ആൾക്ക് 206 ബോൺ ഉണ്ട്. A newborn baby, however, has 330 bones. As a child grows, some bones join together. അഡൽട്ടിന് 206ഉം ന്യൂ ബോണിന് 330 എല്ലുകളാണുള്ളത്. പക്ഷെ വളരുമ്പോൾ ചില എല്ലുകൾ കൂടിച്ചേർന്ന് ചുരുങ്ങി ഒന്നായി മാറുന്നു. അങ്ങനെയാണ് അഡൽട്ടിന് 206 ആവുന്നത്. The tongue is the only muscle in the body which is attached at one end only. ടങ് ആണ് ഒരറ്റത്ത് മാത്രം ഘടിപ്പിച്ചിട്ടുള്ള ഒരേ ഒരു നമ്മുടെ മസിൽ. ഓക്കെ, ക്ലാസ് ചിലപ്പോൾ കട്ടായാലും എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി ശ്രദ്ധിക്കുക. ഫിംഗർ നൈൽസ് ഗ്രോ about 2 millimeters in 1 month. ഒരു മാസത്തിൽ 2 millimeter ആണ് നമ്മുടെ നഖം വളരുക. തമ്പിൻ്റെത് വളരെ കുറച്ചും
ഫിംഗർ നെയിലിൻ്റെത് വളരെ കൂടുതലുമാണ്. പെട്ടെന്ന് വളരുന്നത് ഫിംഗർ നെയിലും കുറച്ച് വളരുന്നത് തമ്പുമാണ്. അഡൽറ്റ് എന്താണ് ഒരു ദിവസം 1.5 ലിറ്റർ സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. രാത്രിയിൽ നമ്മൾ 8 മില്ലിമീറ്റർ വളരുന്നുണ്ട്. രാവിലേക്ക് ചുരുങ്ങിയിട്ട് ഫോർമൽ ഹൈറ്റിൽ തന്നെ ആവുന്നുണ്ട്. ഓക്കെ ഓക്കെ ക്ലിയർ? നന്നായിട്ട് ഒന്ന് 2-3 തവണ വായിച്ചു നോക്കാം. ഓക്കെ 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 ബൈ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വേണമെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ പറയാം, വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ഒന്ന് നോക്കാം. ഓക്കെ നെക്സ്റ്റ് പോർഷനും കൂടെ ഒന്ന് വായിച്ചിട്ട് വന്നു. ഹാൾ ഓഫ് ഫെയിം ആണ് നെക്സ്റ്റ് പോർഷൻ. ഹാൾ ഓഫ് ഫെയിം നോക്കുക. ഹാൾ ഓഫ് ഫെയിം ഈസ് അവർ നെക്സ്റ്റ് പോർഷൻ. അത്